ഇൻഡിഗോ എയർലൈൻസ് സമരത്തിൽ ആശങ്കയോടെ പ്രവാസികൾ. സമരം തുടർന്നാൽ ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള അവധിക്കാല യാത്ര തടസ്സപ്പെടുമോ എന്ന ആശങ്കയിലാണ് പലരും. അതേസമയം നിലവിൽ അന്താരാഷ്ട്ര സർവീസുകളെ സമരം ബാധിച്ചിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും വിവിധ ട്രാവൽ ഏജന്റുമാർ പറഞ്ഞു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമരത്തിന് റിപ്പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ തന്നെയാണ് ഗൾഫ് മേഖലയിലേക്കും ഏറ്റവും അധികം സർവീസുകൾ നടത്തുന്നത്. ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലേക്കും പല വിമാനത്താവളങ്ങളിലേക്കായിട്ട് സർവീസുണ്ട്. ഇപ്പോൾ UAE-യിലേക്കാണെങ്കിൽ അബുദാബി, ദുബായ്, ഫുജൈറ ഒക്കെ സർവീസുകളുണ്ട്. അതുപോലെ തന്നെയാണ് സൗദി അറേബ്യയിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെയുള്ള സാഹചര്യം. പക്ഷേ നിലവിൽ ഈ സർവീസുകളെ ഒന്നും കാര്യമായി ഇപ്പോഴത്തെ സമരം ബാധിച്ചിട്ടില്ല. കാരണം ഇന്റർനാഷണൽ സർവീസുകളെ ബാധിക്കരുത് എന്ന് കമ്പനിയും അതോടൊപ്പം തന്നെ വ്യോമയാന മന്ത്രാലയവും ഒക്കെ ഒരു നിലപാടെടുത്തത് കൊണ്ട് കാര്യമായിട്ട് ഇപ്പോൾ അത് ബാധിച്ചിട്ടില്ല. 1-2 സർവീസുകൾ UAE-യിൽ നിന്നും റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിലത് വൈകിട്ടുണ്ട്. ഇതാണ് വിമാന യാത്രാ സേവനം നൽകുന്ന ട്രാവൽ ഏജൻസികൾ അറിയിക്കുന്നത്. പക്ഷേ ഈ 15-ാം തീയതി വരെ, അതായത് ഡിസംബർ 15 വരെ കാര്യമായി സമരം ബാധിക്കില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ UAE-യിൽ നിന്ന് നോക്കിയാൽ UAE-യിൽ നിന്ന് മാത്രം പ്രതിദിനം 40 സർവീസുകൾ കേരളത്തിലടക്കം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്കുണ്ട്. അപ്പോൾ ഈ സർവീസുകളെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രവാസികളെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കും. അടുത്ത ആഴ്ച മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും സ്കൂളുകൾക്ക് അവധി തുടങ്ങുകയാണ്. ക്രിസ്മസ് അവധിയെല്ലാം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിന്റർ സീസണിന്റെ അവധിയും ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ ഈ ശനിയാഴ്ച മുതൽ ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ യാത്ര വലിയ തോതിലുണ്ടാകും. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം നിൽക്കുന്നത്. മാത്രമല്ല മാസത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ക്രിസ്മസ് അവധി, പുതുവർഷ അവധിയും എല്ലാം കൂടെ വരുന്നു. അപ്പോഴും യാത്രക്കാർ കൂടുതലുണ്ടാകും. സാധാരണ നിലയിൽ തന്നെ യാത്രാ നിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണിത്. അവിടെയാണ് ഇൻഡിഗോയുടെ സമരം കൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് വിമാന കമ്പനികളിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടും. അവിടെയും നിരക്ക് കൂടാൻ കാരണമാകും. പിന്നീട് ചിലർ കണക്ഷൻ ഫ്ലൈറ്റുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ചില ആളുകൾ ബംഗളൂരുവിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഒക്കെ പോയി ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ആഭ്യന്തര സർവീസ് വഴി കേരളത്തിലേക്ക് വരാറുണ്ട്. അപ്പോൾ ആഭ്യന്തര സമരം നടക്കുന്നത് കൊണ്ട് അതും ഇങ്ങനെയുള്ള യാത്രകളെ ബാധിക്കും. ഏതായാലും 1-2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഈ അധികൃതരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതാണ് പ്രവാസികൾക്കുള്ള ഏക പ്രതീക്ഷ. പക്ഷേ സമരം തുടർന്നു കഴിഞ്ഞാൽ പ്രവാസികൾ വല്ലാത്ത പ്രതിസന്ധിയിലാകും.